ഹായ് ഫ്രണ്ട്സ്, +1 ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതാണ്? നെക്സ്റ്റ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് വരുന്നതാണ് MK ഗാന്ധിയുടെ രൂപാന്തരവുമായി ബന്ധപ്പെട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സുകളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നർമ്മദിന്റെ കവിത എന്ന് പറയുന്നുണ്ട്, ശ്യാമൾ ഭട്ടിന്റെ കവിത എന്ന് പറയുന്നുണ്ട്. എന്താണ് പോർബന്ദർ, ജന്മസ്ഥലമായിട്ടുള്ള പോർബന്ദറിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹരിശ്ചന്ദ്രന്റെ കഥയെക്കുറിച്ച്, ശ്രവണന്റെ കഥയെക്കുറിച്ച്, ആൽഫ്രഡ് ഹൈസ്കൂളിന്റെ വിവരങ്ങളെ കുറിച്ച്, 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വൺ വേർഡിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളതായത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഞാൻ ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഇവയും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് തയ്യാറാവണം. ഇതുവരെ എടുത്തിട്ടുള്ള നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റ്സുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അത് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് നർമ്മദിന്റെ കവിത? കവിത എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി പരിചയപ്പെട്ടാൽ മാത്രം മതി. നമ്മളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ആശയം മാത്രമാണ് അതിൽ നിന്ന് നമ്മൾ ഓർമ്മയിൽ നിലനിർത്തി പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ശ്യാമൾ ഭട്ടിന്റെ കവിതയും അങ്ങനെ തന്നെയാണ്. അതിന്റെ ആശയം എന്തിനെ കുറിച്ചാണെന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. പോർബന്ദർ എന്നുള്ള സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു ചരിത്രപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. അതേപോലെ തന്നെ ഹരിശ്ചന്ദ്രന്റെ കഥ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം നമുക്ക്. ശ്രവണന്റെ കഥ എന്താണെന്നുള്ളത് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ആൽഫ്രഡ് സ്കൂളിനെ കുറിച്ചുള്ള ബേസിക് വിവരങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ രാജ്യത്തെ സ്കൂൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ചും കൂടി നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്താണ് നർമ്മദിന്റെ കവിത എന്ന് പറയുന്നത്? നർമ്മദിന്റെ കവിതയിൽ പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കൂ. കരുത്തൻ സായുവേ നോക്കൂ, ഭരിക്കുന്നവൻ ഇന്ത്യയെ, ഇന്ത്യനോ ശുഷ്കനാം കുള്ളൻ, സായുവത്രേ ഭരിപ്പവൻ, കരുത്തൻ സായുവിൻ പൊക്കം മുഴമഞ്ചെന്നു നിർണയം, കരുത്തിനെന്തു കാരണം, ഇറച്ചി തിന്നുവോനവൻ. ഓക്കെ, ഗാന്ധിജിയുടെ മാംസാഹാരം ഉപയോഗിക്കാനുള്ള കാരണം എന്താ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് നർമ്മദിന്റെ കവിത പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കവിതയാണ് ഇത് എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നർമ്മദിന്റെ കവിത. നർമ്മദിന്റെ കവിതയാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഇതിലേക്ക് നയിക്കുന്നത്, മാംസാഹാരത്തിലേക്ക് നയിക്കുന്നത്. ശ്യാമൾ ഭട്ടിന്റെ കവിത: ഒരു മൊന്ത വെള്ളം തരുന്നവർക്കായി ഒരു നല്ല ഭോജനം നൽകിടേണം. ഒരുവൻ നിൻ മുന്നിൽ തല കുനിച്ചാൽ അവനുടെ കാൽക്കൽ നീ വീണിടേണം. വെറും ഒരു കാശു നിനക്കു തന്നാൽ പകരം നീ നൽകണം സ്വർണ്ണ നാണ്യം. ഒരുവൻ നിൻ ജീവനു രക്ഷ ചെയ്താൽ അവനായി നിൻ ജീവൻ നൽകിടേണം. അറിവുള്ളോരെന്നാലോ തൻ മനസ്സിൽ വചനത്തിൽ കർമ്മത്തിലാകമാനം, ചെറിയൊരു സേവനം ചെയ്തവർക്കായി ഉപകാരം ചെയ്യുന്നു 10 ഇരട്ടി. ശരി എന്നാൽ ഉത്തമ പുരുഷന്മാർ മനുജരെ ഒന്നായി കാണുകയാലേ അപരന്റെ തിന്മയ്ക്കു നന്മ മാത്രം പകരമായി ചെയ്യുന്നു മോദപൂർവം. ഓക്കെ, ഇതിൽ ആശയം എന്തായിട്ടാണ് പറയുന്നത്? നമുക്ക് ഹെൽപ്പായിട്ട് നിൽക്കുന്നവർക്ക് അതിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി അടയണം എന്നുള്ളതിനെ കുറിച്ചാണ്, ആ ഒരു ആശയത്തെയാണ് ശ്യാമൾ ഭട്ടിന്റെ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ ഇതാണ് ശ്യാമൾ ഭട്ടിന്റെ കവിത. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നമ്മൾ നോക്കുന്നത് പോർബന്ദർ, ചരിത്രം ഭൂമിശാസ്ത്രം. ഓക്കെ, പോർബന്ദർ ചരിത്രം ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ പുരാതന തുറമുഖ പട്ടണമാണ് പോർബന്ദർ. എന്താണ്? ഗുജറാത്തിലെ സൗരാഷ്ട്ര മേഖലയിലെ പുരാതന തുറമുഖ പട്ടണം. പൊറായി, ബന്ദർ എന്നീ വാക്കുകളിൽ നിന്നാണ് പോർബന്ദർ എന്ന പേര് രൂപപ്പെട്ടത്. പൊറായി എന്നത് ദേശദേവതയുടെ പേരും ബന്ദർ എന്നാൽ തുറമുഖം എന്നുമാണ് അർത്ഥം. ഓക്കെ, പൊറായി എന്നത് ദേശദേവതയുടെ പേരാണ്, ബന്ദർ എന്നാൽ തുറമുഖം എന്നുള്ളതാണ്. അങ്ങനെയാണ് പൊറായി ബന്ദർ പോർബന്ദർ എന്നായി മാറിയത്. ദേശദേവതയുടെ തുറമുഖം എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ശ്രീകൃഷ്ണന്റെ സതീർത്ഥ്യനായിരുന്ന സുദാമാവിന്റെ ജന്മസ്ഥലം എന്ന് വിശ്വസിക്കുന്നതിനാൽ സുദാമാപുരി എന്നും അറിയപ്പെടുന്നു. പോർബന്ദറിനെ സുദാമാപുരി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പോർബന്ദറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്.
ഇനി അടുത്തായി നമ്മൾ നോക്കുന്നത് ഹരിശ്ചന്ദ്രന്റെ കഥയെക്കുറിച്ചാണ്. ഹരിശ്ചന്ദ്രന്റെ കഥ എന്താണ്? എല്ലാവരും പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. അയോധ്യയിലെ രാജാവായിരുന്നു സൂര്യവംശത്തിൽ ജനിച്ച ഹരിശ്ചന്ദ്രൻ. സത്യസന്ധതയ്ക്ക് പേര് കേട്ട ആളായിരുന്നു അദ്ദേഹം. എന്ത് വില കൊടുത്തും സത്യം മുറുകെ പിടിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അതിനാൽ എന്തും നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നു. ദേവന്മാർ ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കുന്നതിനായി ഒരു ബ്രാഹ്മണനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അയച്ചു. ബ്രാഹ്മണന്റെ ആവശ്യപ്രകാരം രാജാവ് തന്റെ രാജ്യം ഉൾപ്പെടെയുള്ള മുഴുവൻ സമ്പത്തും അദ്ദേഹത്തിന് ദാനമായി നൽകി. ഇതേ തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട ഹരിശ്ചന്ദ്രൻ കൊട്ടാരം വിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ഒരു ശ്മശാനം നടത്തിപ്പുകാരന്റെ അടിമയായി മാറുകയാണ് ചെയ്യുന്നത്. ശ്മശാനം സൂക്ഷിപ്പുകാരന്റെ ജോലി ചെയ്യവേ മരണപ്പെട്ട സ്വന്തം മകന്റെ മൃതദേഹവുമായി അദ്ദേഹത്തിന്റെ പത്നി അവിടെ എത്തുന്നു. സ്വന്തം മകന്റെ മൃതദേഹവുമായിട്ടാണ് അദ്ദേഹത്തിന്റെ പത്നി, അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ എത്തുന്നത്. എന്നാൽ ആവശ്യമായ പണം നൽകാനാവാത്തതിനാൽ മകന്റെ മൃതദേഹം പോലും സംസ്കരിക്കാൻ ഹരിശ്ചന്ദ്രൻ തയ്യാറാകുന്നില്ല. അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ സംപ്രീതരായ ദേവന്മാർ ഹരിശ്ചന്ദ്രന് മുന്നിൽ പ്രത്യക്ഷരാവുകയും എല്ലാം തിരികെ നൽകുകയും ചെയ്യുന്നു. സത്യം എന്ന ധർമ്മത്തിന് മറ്റുള്ള സർവധർമ്മങ്ങളെക്കാൾ ഉത്കർഷാധിക്യമുണ്ടെന്ന പാഠമാണ് ഹരിശ്ചന്ദ്രന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തെക്കുറിച്ചാണ് ഹരിശ്ചന്ദ്രന്റെ കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇതാണ് ഹരിശ്ചന്ദ്രന്റെ കഥയായിട്ട് വരുന്നത്. അത് വായിച്ച് ഒന്നും കൂടി നോക്കുക. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന എന്താണ്? ശ്രവണന്റെ കഥ. ശ്രവണന്റെ കഥയെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തപ്പോൾ നോക്കിയിട്ടുള്ളതാണ്. ഇത് ജസ്റ്റ് ഓടിച്ചു പോകുന്നതിന് കാരണം നമ്മൾ ക്ലാസ്സുകൾ ചർച്ച ചെയ്തതുകൊണ്ടും കൂടിയാണ് ഈ ഒരു കാര്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവയും കൂടി നിങ്ങൾ ഓർത്തോ. ശ്രവണന്റെ കഥ എന്താണ്? ശ്രവണന്റെ കഥയിൽ പറയുന്നത് അയോധ്യ രാജാവായിരുന്ന ദശരഥനുമായി ബന്ധപ്പെട്ട് രാമായണത്തിൽ പറയുന്ന കഥകളിൽ ഒന്നാണ് ശ്രവണന്റേത്. അന്ധരായ വൃദ്ധമാതാക്കളെ ശുശ്രൂഷിച്ച് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുക എന്നത് ആ യുവാവ് തന്റെ ജീവിത ലക്ഷ്യമായാണ് കരുതിയത്. അങ്ങനെ ഇരിക്കെ ഒരു തീർത്ഥയാത്ര നടത്തണമെന്ന ആഗ്രഹം മാതാപിതാക്കൾ ശ്രവണനെ അറിയിച്ചു. തീർത്ഥാടനത്തിന് പോകാൻ ആവശ്യമായ പണം ശ്രവണന്റെ കൈവശം ഉണ്ടായിരുന്നില്ല. അതിനാൽ ഒരു മുളന്തണ്ടിന്റെ ഇരുവശവുമായി കുട്ടകൾ കെട്ടി മാതാപിതാക്കളെ അതിലിരുത്തി ചുമലിൽ മുളയുമേറ്റി ശ്രവണൻ അവരുമായി തീർത്ഥാടനത്തിന് പുറപ്പെട്ടു. ശ്രവണന്റെ സമർപ്പണത്തിന്റെ ഈ കഥ മാതാപിതാക്കളോട് കാട്ടേണ്ട ആദരവിന്റെയും ബഹുമാനത്തിന്റെയും ഉദാഹരണമായി നമ്മുടെ പുരാണത്തിൽ എടുത്തു പറയുന്ന ഒന്നായിട്ട് കണക്കാക്കുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? പിന്നെ നമ്മുടെ സമർപ്പണമാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന ബഹുമാനവും ആദരവും സ്നേഹത്തിന്റെയും സമർപ്പണമായിട്ട് എടുത്തു പറയുന്ന ഒരു കഥയാണ് ഏതെന്ന് പറയുന്നത് ശ്രവണന്റെ കഥയായിട്ട് എടുത്തു പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ നമ്മൾ പഠിച്ചപ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള ആൽഫ്രഡ് ഹൈസ്കൂളിനെ കുറിച്ച്, അദ്ദേഹം പഠിച്ച സ്കൂളിലെ ആൽഫ്രഡ് ഹൈസ്കൂളിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് സൗരാഷ്ട്ര മേഖലയിൽ ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയമാണ് ഏതെന്ന് പറയുന്നത് ആൽഫ്രഡ് ഹൈസ്കൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് സൗരാഷ്ട്ര മേഖലയിൽ ആരംഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം ഏതാണ്? ആൽഫ്രഡ് ഹൈസ്കൂളാണ്. 1853 ഒക്ടോബർ 17 സ്കൂൾ സ്ഥാപിതമായിട്ടുള്ളത്. ആൽഫ്രഡ് ഹൈസ്കൂൾ സ്ഥാപിതമായിട്ടുള്ള എന്നാണ് 1853 ഒക്ടോബർ 17 സ്കൂൾ സ്ഥാപിതമായത്. രാജ്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾ എന്ന് തുടക്കത്തിൽ വിളിക്കപ്പെട്ടിരുന്ന സ്കൂൾ രാജ്കോട്ട് ഹൈസ്കൂൾ എന്ന പേരിൽ 1886 മുതൽ അറിയപ്പെടാൻ തുടങ്ങി. ജുനഗഡ് നവാബ് 1907 ആൽഫ്രഡ് രാജകുമാരന്റെ സ്മരണാർത്ഥം സ്കൂളിന്റെ പേര് ആൽഫ്രഡ് സ്കൂൾ എന്നാക്കി. മഹാത്മാഗാന്ധി വിദ്യാഭ്യാസം നേടിയ ഈ സ്കൂൾ സ്വാതന്ത്ര്യത്തിന് ശേഷം മോഹൻദാസ് ഹൈസ്കൂൾ എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു. അതിനുശേഷം മോഹൻദാസ് പഠിച്ച ഹൈസ്കൂൾ എന്നതിനെ സ്വാതന്ത്ര്യത്തിന് ശേഷം മോഹൻദാസ് ഹൈസ്കൂൾ എന്നും പുനർനാമകരണം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ആൽഫ്രഡ് ഹൈസ്കൂൾ. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്. 1853 ഒക്ടോബർ 17 തുടക്കം കുറിച്ചിട്ടുള്ളത്. പിന്നെ രാജ്കോട്ട് ഹൈസ്കൂൾ എന്ന പേരിൽ 1886 മുതലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. 1907 ആൽഫ്രഡ് രാജകുമാരന്റെ സ്മരണാർത്ഥം സ്കൂളിന്റെ പേര് ആൽഫ്രഡ് സ്കൂൾ എന്നാക്കുകയാണ് ചെയ്യുന്നത്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പഠിച്ചതിന്റെ അതിന്റെ പേര് മോഹൻദാസ് ഹൈസ്കൂൾ എന്നും പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് ആൽഫ്രഡ് ഹൈസ്കൂളിന്റെ വിവരങ്ങളുമായിട്ട് നിങ്ങൾ ക്രോഡീകരിച്ചത്. ഇനി അവസാനമായിട്ട് നമ്മൾ നോക്കുന്നത് 1.5 നൂറ്റാണ്ട് മുൻപ് നമ്മുടെ രാജ്യത്ത് സ്കൂളുകൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ഉള്ള കാര്യത്തെക്കുറിച്ചാണ്. അത് നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ സാധ്യത, ഒരു ഔട്ട് ഓഫ് സിലബസ് എന്ന രീതിയിലാണ് ഒരു ചോദ്യം വരാൻ സാധ്യത. അത് ഇതും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് പഠിക്കാൻ ശ്രമിക്കുക. ബോംബെ പ്രസിഡൻസിയിൽ ആരംഭിച്ച 9ാമത്തേതും കത്തിയാവാഡ് ഉൾപ്പെടുന്ന ഇന്നത്തെ സൗരാഷ്ട്ര മേഖലയിലെ ആദ്യത്തെ സ്കൂളുമായിരുന്നു രാജ്കോട്ട് ഹൈസ്കൂൾ. കേട്ടിട്ടുണ്ടല്ലേ? ഗാന്ധി
7 വർഷമാണ് അവിടെ പഠിച്ചത്. അക്കാലത്തെ മറ്റു സ്കൂളുകളിൽ നിന്ന് വിഭിന്നമായി മികച്ച കെട്ടിടങ്ങളും കുട്ടികൾക്കായി ഡെസ്കും ബെഞ്ചുമുള്ള ക്ലാസ് മുറികളും അവിടെ ഉണ്ടായിരുന്നു. അധ്യാപകർക്കായി ഉയർന്ന തറയും ഇരിപ്പിടവും ക്ലാസ് മുറിയിൽ ക്രമീകരിച്ചിരുന്നു. ക്ലാസ്സുകളിൽ പെൺകുട്ടികൾ ഇല്ലായിരുന്നു. 11 വയസ്സും 2 മാസവും 2 ദിവസവും പ്രായമുള്ളപ്പോഴാണ് മോഹൻദാസ് ഇവിടെ 1ാം ക്ലാസ് ബി ഡിവിഷനിൽ ചേരുന്നത്. എത്ര വയസ്സുള്ളപ്പോഴാണ്? 11 വയസ്സും 2 മാസവും 2 ദിവസവും പ്രായമുള്ളപ്പോഴാണ് മോഹൻദാസ് ഇവിടെ 1ാം ക്ലാസ് ബി ഡിവിഷനിൽ ചേരുന്നത്. 8 അണ 50 പൈസ ആയിരുന്നു പ്രതിമാസ ഫീസ്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെയാണ് സ്കൂൾ സമയം. 2 മുതൽ 3 മണി വരെ ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേള. ശനിയാഴ്ചകളിൽ അരമണിക്കൂർ നേരത്തെ വിടുകയും ചെയ്തു. 1ാം ക്ലാസ്സിൽ ഗണിതം, ഗുജറാത്തി ഭാഷ, ചരിത്രം, ഭൂമിശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് മോഹൻദാസ് പഠിച്ചത്. ആദ്യ പരീക്ഷയിൽ ഭൂമിശാസ്ത്രത്തിന് 0 മാർക്കാണ് ഗാന്ധിജിക്ക് ലഭിച്ചിരുന്നത്. ഇംഗ്ലീഷ് കേട്ടെഴുത്തിലും മാർക്കൊന്നും നേടാനായില്ല. ഈ പരീക്ഷയിൽ ക്ലാസ്സിലെ 34 കുട്ടികൾ 32ാം സ്ഥാനം മാത്രമാണ് ഗാന്ധിജിക്ക് നേടാനായത്. എന്നാൽ വാർഷിക പരീക്ഷയിൽ 1ാം ക്ലാസ്സിലെ 2 ഡിവിഷനിലെ കുട്ടികളിൽ 6ാം സ്ഥാനം മോഹൻദാസ് കരസ്ഥമാക്കി. അപ്പോൾ ഇതാണ് 1.5 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു സ്കൂൾ ജീവിതം എന്നതിനെ കുറിച്ച് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ളത്. മോഹൻദാസിന്റെ മാർക്ക് കിട്ടുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളത്. ഇതിനും കൂടി വേണ്ടിയിട്ടാണ്, ഇതിനൊരു മോട്ടിവേഷൻ എന്ന രീതിയിലും കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് എടുത്ത് പഠിക്കേണ്ടതായിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് പഠിക്കാനുള്ളത്. ഇവയിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങളാണ് നർമ്മദിന്റെ കവിത, ശ്യാമൾ ഭട്ടിന്റെ കവിത, പോർബന്ദർ ചരിത്രം, ഭൂമിശാസ്ത്രം, ഹരിശ്ചന്ദ്രന്റെ കവിത, ശ്രവണന്റെ കഥ, ശ്രവണന്റെ കഥ, ആൽഫ്രഡ് ഹൈസ്കൂൾ, 1.5 നൂറ്റാണ്ട് മുമ്പ് നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ എടുത്ത ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ വിട്ടുപോയിട്ടുള്ള പോയിന്റ്സുകളെ ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ നോട്ടിൽ കുറിക്കുക. ഇവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിച്ച് ഓർമ്മയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, ഓൾ ദി വെരി ബെസ്റ്റ്.